പ്രിയപ്പെട്ടവരെ, സിനിമാ നോട്ടത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏറ്റവും പുതിയ മാർവൽ ചിത്രമായ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഹോം എന്ന ചിത്രത്തെ കുറിച്ചാണ്. ടോം ഹോളണ്ട് സ്പൈഡർമാനായി വരുന്ന അവസാനത്തെ മാർവൽ സ്പൈഡർമാൻ ചിത്രം 2021 ഇറങ്ങിയ സ്പൈഡർമാൻ നോ വേ ഹോം ആയിരുന്നു. അതിൽ ചില സംഗതികൾ കാണിച്ചുകൊണ്ടാണ് ആ ചിത്രം അവസാനിക്കുന്നത്. സ്പൈഡർമാൻ പീറ്റർ പാർക്കർ ആണ് എന്ന വിവരം അയാളുടെ കാമുകി ഉൾപ്പെടെ പലരും മറക്കുന്നതും പിന്നീടെല്ലാം മറന്നുകൊണ്ടുള്ള ഒരു പുതിയ തുടക്കം എന്നുള്ള നിലയ്ക്കാണ് ആ ചിത്രം അവസാനിക്കുന്നത്. അത് എവിടെ അവസാനിച്ചോ അവിടെ നിന്നാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഹോം തുടങ്ങുന്നത്. മറ്റ് മാർവൽ ചിത്രങ്ങളിൽ നിന്നും സ്പൈഡർമാനെ വ്യത്യസ്തമാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ പറയുന്നത് ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ഒരുപാട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ കഥാപാത്രങ്ങളുണ്ട്. അവരെയൊന്നും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരാതെ സ്പൈഡർമാനിൽ തന്നെ ഫോക്കസ് ചെയ്ത് അതിലും സ്പൈഡർമാനെ ഒരു ഹ്യൂമൻ ക്വാളിറ്റിയും കൂടെ അദ്ദേഹത്തിന്റെ ആ ഹ്യൂമൻ ക്വാളിറ്റിയും കൂടെ കാണിച്ചുകൊണ്ട് കഥ പറയുന്ന ഒരു രീതിയാണ്. ആ ഒരു ക്യാരക്ടർ ആർക്ക് വളരെ ഭംഗിയായിട്ട് അതിൽ കാണിച്ചിട്ട്. അപ്പൊ അതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതെ, ബ്രാൻഡ് ന്യൂ ഹോമില് കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആണ് സ്പൈഡർമാനും പീറ്റർ പാർക്കറും. പീറ്റർ പാർക്കർ എന്ന വ്യക്തി, അയാൾ കടന്നു പോകുന്ന ഇമോഷൻസ്, അയാളുടെ നഷ്ടങ്ങൾ, ആ നഷ്ടങ്ങളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് വേദനിക്കുന്ന ഒരു മനസ്സ്, പിന്നെ എപ്പോഴും ആർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു നെയ്ബർഹുഡ് ബോയ് ആയിട്ടൊക്കെ നമുക്ക് തോന്നുന്ന തരത്തിൽ തന്നെയാണ് ഇതിലും അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സ്പൈഡർമാന്റെ പ്രണയവും സൗഹൃദവും അയാളുടെ എല്ലാ ഇമോഷൻസും കൊണ്ടുവരുന്നുണ്ട്. പേടിയും അയാൾക്ക് ഒരു സന്ദർഭത്തിൽ സ്വയം പല കാര്യങ്ങളിലും സംശയം തോന്നുന്നതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ടോം ഹോളണ്ട് സെൽഫ് ഡൗട്ട് അല്ലെ, അയാൾ സ്വയം സംശയിക്കുന്ന രംഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് അതിൽ വന്നിട്ടുണ്ട്. അതെ അതെ. അധികം സ്പോയിലർ ഇല്ലാതെ ഇതിന്റെ കഥ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ഇതിൽ നമ്മൾ കാണുന്നത് ഒരു പുതിയ തുടക്കം അതിനായി ആഗ്രഹിക്കുന്ന സ്പൈഡർമാൻ അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന പോലെ ഒരു ശത്രുവിനെ നേരിടേണ്ടി വരുന്നു. പിന്നീട് എന്തുണ്ടാവുന്നു എന്നുള്ള നിലയ്ക്കാണ്. ഇതിലൊരു പ്രത്യേകത, നമ്മളങ്ങനെ ശത്രുവിന്റെ മേൽ വിജയം കാണുക എന്നതിനപ്പുറത്തേക്ക് ആ ഒരു ഫൈറ്റ് എന്തിനാണെന്നും ആ ഫൈറ്റ് കൊണ്ട് ആരാണ് വിജയിക്കുന്നത് എന്നുള്ള ചില ചിന്തകൾ ഇവിടെ വരുന്നുണ്ടെന്നുള്ളതാണ്. അല്ലാതെ സ്ഥിരം ഒരു എനിമിയെ തോൽപ്പിച്ച് വിജയാവുന്ന ഹീറോ എന്നുള്ള നിലയ്ക്കല്ല ഈ സിനിമ പോകുന്നത്. കഥ നടക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലാണ്. അപ്പൊ ന്യൂയോർക്ക് സിറ്റിന്റെ വേറൊരു മുഖം, രാത്രിയുടെ ഭംഗി, അതിന്റെ ഹൈറ്റ്സ്, ഉയരത്തിൽ നിന്നുകൊണ്ടുള്ള ഒരുപാട് ഷോട്ടുകളുണ്ട്. ഈ സ്പൈഡർമാന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള ഒരുപാട് ഷോട്ടുകളുണ്ട്. അപ്പൊ അതിന്റെ ഭംഗി, ന്യൂയോർക്ക് നഗരത്തിന്റെ ഭംഗി കാണിക്കുന്നതോടൊപ്പം തന്നെ ആ നഗരത്തില് ക്രൈം എത്രത്തോളമാണ്, ആ ക്രൈമിനെ നേരിടാൻ എങ്ങനെ സ്പൈഡർമാൻ സഹായിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അതിന്റെ ഇതിവൃത്തം. അതുപോലെ തന്നെ തുടക്കത്തിൽ നമ്മൾ നോക്കുമ്പോൾ സ്പൈഡർമാൻ ഈ സിസ്റ്റത്തെ സഹായിക്കുന്ന ഒരാളാണ്. അവസാനമാകുമ്പോഴേക്കും ഈ സിസ്റ്റം എത്രത്തോളം പ്രോബ്ലമാറ്റിക് ആണ് എന്ന് തിരിച്ചറിയുന്ന തരത്തിലേക്കൊക്കെ കഥ മാറുന്നുണ്ട്. ഈ കഥ നടക്കുന്നത് ന്യൂയോർക്കിലാണ്. അപ്പോ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പിടിയിൽ നിന്നും ഈ ലോകത്തെ രക്ഷിക്കാൻ വരുന്ന ഒരാളായിട്ട് നമുക്ക് സ്പൈഡർമാനെ കാണാം. ട്രംപ് പോസിബിൾ ആണ്. അതെ, ട്രംപ് എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളെ എങ്ങനെയാണ് പിടിച്ചമർത്തുന്നത്, അപ്പോ അതുപോലെ തന്നെ ഇതിലെ സിസ്റ്റത്തിന് വേണമെങ്കിൽ കാണാം. സ്പൈഡർമാൻ രക്ഷിക്കാൻ വരുന്ന സ്പൈഡർമാനെ ലോകത്തെ രക്ഷിക്കാൻ വരുന്ന ഒരാളായിട്ട് വേണമെങ്കിൽ നമുക്ക് വായിക്കാവുന്നതാണ്. എന്താ തോന്നുന്നതായിരിക്കും? ഇവിടെ ശത്രു എന്ന് പറയുന്നത് വ്യത്യസ്തതകളുള്ള ഒരാളാണ്. അപ്പോൾ വ്യത്യസ്തതകൾ ഡിഫറന്റ് ആവുക എന്നുള്ളതൊക്കെ ലോകത്തെ ഒരു ഹോമോജിനസ് ആക്കി കൊണ്ടുപോകുന്ന ചിലർക്ക് തീരെ പറ്റുന്നതല്ല എന്നും അവരതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുമെന്നുള്ള ഒരു വലിയ മെസ്സേജ് ചിത്രം തരുന്നുണ്ട്. സോ ബീങ് ഡിഫറെന്റ് അതൊരു ക്രൈം അല്ല എന്നുള്ള ഒരു ആശയം അത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ മാർവൽ യൂണിവേഴ്സിൽ നിന്ന് കുറച്ചധികം കഥാപാത്രങ്ങൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഹോമിലുണ്ട്. ഹൾക്കിനെ നമുക്ക് കാണാം, അതുപോലെ പണിഷർ ഉണ്ട്, നിഞ്ച ഗ്രൂപ്പ് ആയിട്ടുള്ള ഹാൻഡ്, അതുപോലെ ഒരു ബ്ലാക്ക് വിഡോ, അങ്ങനത്തെ കുറച്ച് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ഇവരൊക്കെ വരുമ്പോഴും ഇതിന്റെ ഒരു ഫോക്കസ് എന്നുള്ളത് പീറ്റർ പാർക്കിൽ തന്നെയാണ്. മറ്റൊരു പ്രത്യേകതയായി തോന്നിയത്, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ മറ്റ് സിനിമകളൊന്നും കണ്ടില്ലെങ്കിൽ പോലും നമുക്ക് ഈ ചിത്രം ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് തന്നെ കാണാം. അത് ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നി. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ സാധാരണ
ഭയങ്കരമായിട്ടുള്ള ശബ്ദവും മ്യൂസിക്കും അങ്ങനെയുള്ള ഒരു ടിപ്പിക്കൽ ആ ഒരു ഫിലിം മേക്കിംഗിന്ന് കുറച്ചൊന്ന് മാറി സഞ്ചരിച്ച് ആവശ്യത്തിന് മാത്രം ഫൈറ്റ് സീക്വൻസുകളും ഈ ഹ്യൂമൻ ഇമോഷൻസിനാണ് ഇവര് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ ആക്ഷൻ മാത്രം പ്രതീക്ഷിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിരാശപ്പെട്ടേക്കാം. കാരണം കുറച്ചുകൂടി സിമ്പത്തറ്റിക് ആയിട്ടുള്ള കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടുള്ള കുറെ അധികം രംഗങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങളുമായിട്ട് നമ്മൾ വല്ലാതെ അങ്ങ് ഇഴുകി ചേരുന്ന മുഹൂർത്തങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം സിനിമയുടെ ഭാഗമാണ്. ഇതൊരു അടിപ്പടം മാത്രമല്ല. ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്ലസ് പോയിന്റ് ഇതിന്റെ എഴുത്ത്, പ്രത്യേകിച്ചും ഡയലോഗുകൾ ഭയങ്കര കാച്ചിങ് ആണ്. വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരുപാട് ഡയലോഗുകൾ ഉണ്ട്. തമാശയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ പണിഷറുടെ കഥാപാത്രം ഗംഭീരമാണ്. പണിഷറും സ്പൈഡർമാനുമായിട്ടുള്ള ഒരു ബന്ധം, അവർ തമ്മിലുള്ള ഒരു സൗഹൃദമൊക്കെ, ഒരു റൊമാൻസ് ഒക്കെ അവർക്കിടയിൽ വളരുന്നതൊക്കെ വളരെ നന്നായിട്ട് അത് എടുത്തിട്ടുണ്ട്. തിയേറ്ററിൽ ഏറ്റവും അധികം ആൾക്കാരെ എൻഗേജ് ചെയ്യിക്കുന്ന ചില മുഹൂർത്തങ്ങൾ അതൊക്കെയാണ്. നമ്മൾ ഒഡീസിയിൽ കണ്ടതാണ്. ക്രിസ്റ്റഫർ നോളൻ ഒഡീസി അവതരിപ്പിച്ചിരിക്കുന്നത് സാധാരണമായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടും പച്ചയായിട്ടുള്ള മനുഷ്യനായിട്ടും അദ്ദേഹത്തിന്റെ വികാരങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ സ്പൈഡർമാൻ എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എല്ലാ ഇമോഷൻസും ഉള്ള ഒരു ആളായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ചില സമയത്തൊക്കെ അദ്ദേഹം വളരെ വീക്കാണ്. അതായത് ചില ഫൈറ്റിനിടയിലൊക്കെ തല്ലുകൊള്ളുന്ന സ്പൈഡർമാനെ കാണാം, വെടിയേക്കുന്ന സ്പൈഡർമാൻ ഉണ്ട്. അപ്പൊ ഒരു മനുഷ്യൻ തന്നെയാണ് ഈ സൂപ്പർ ഹീറോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചിത്രം പറയുന്നുണ്ട്. ബ്രാൻഡ് ന്യൂ ഹോമിൽ നമ്മൾ കാണുന്ന സ്പൈഡർമാൻ മുൻപ് കണ്ട സ്പൈഡർമാന്റെ ചിത്രങ്ങളിൽ നിന്ന് കുറച്ചുകൂടി മെച്ചൂർഡാണെന്ന് കാണാം. കാരണം ടോം ഹോളണ്ട് ഇതിലെത്തുമ്പോഴേക്കും കുറച്ച് വർഷം കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അവസാനം കാണുമ്പോൾ ഒരു ഗ്രാജുവേഷനിലേക്ക് പോകുന്ന ഒരു സ്റ്റേജാണ്. 2021 ആ ചിത്രം വന്നത്. അപ്പോൾ ആ ഒരു ടീനേജറിൽ നിന്ന് കുറച്ചുകൂടി മുതിർന്ന മെച്ചൂർഡായ തന്നെ പറ്റി സ്വയം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, അറിയാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അയാളുടെ ഒരു വ്യക്തിത്വത്തെ കൂടി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പഠിക്കാനുള്ള ഒരു ശ്രമം കാണാനായിട്ട് പറ്റും. ചുരുക്കത്തിൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഹോം ഒരു വിഷ്വൽ ഇമോഷണൽ എക്സ്പീരിയൻസ് ആണ്. ചിത്രം കാണാത്തവർ തീർച്ചയായും ചിത്രം കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.